മാർക്ക് കർത്താവ്യം കൂടുതൽ ബി ബാച്ചിൽ പഠിച്ചിരുന്ന സന്ധ്യ ദിവാകരാണ് ഭാര്യ. ഇപ്പൊ KSEBിലെ AXE. ഒരു കുട്ടി ഭദ്ര ജയകുമാർ. അതല്ലേ? എത്രാം ക്ലാസ്സിലാണ്? ഹലോ ജീജി വന്നൂല്ലേ? കോളേജ് വിട്ടതിന് ശേഷം കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞു. ഒരു കൊല്ലത്തിന് ശേഷം തൃശ്ശൂരിൽ തന്നെ നമ്മുടെ കോളേജിൽ തന്നെ M.Tech കഴിഞ്ഞു. അതിനുശേഷം ഗാന്ധി യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്തു ലെക്ചറായിട്ട്. പിന്നെ കുറച്ചു കാലം KSEBിലായിരുന്നു. പിന്നെ വീണ്ടും കുറച്ചു കാലം ഒരു ഗവേഷണ സ്ഥാപനത്തിൽ സയന്റിസ്റ്റ് ആയിരുന്നു. പിന്നെ അവസാനം കാസർഗോഡാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്. കാസർഗോഡ് 98 ലെക്ചറായിട്ട് ജോയിൻ ചെയ്തു. 2000 അസിസ്റ്റന്റ് പ്രൊഫസറായി. ഇപ്പൊ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ തിരുവനന്തപുരത്തേക്കൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് തിരുവനന്തപുരത്തും ഇഷ്ടംപോലെ ബന്ധുക്കളും ആൾക്കാരൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ കാസർഗോഡ് വരുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് കാസർഗോഡ് ആളുണ്ടെന്ന് എപ്പോഴും ഓർക്കുക. അപ്പൊ അടുത്തത് അല്ല ജെറി, ഞാൻ വാക്ക് പിൻവലിക്കുന്നില്ല. ജെറി കറക്റ്റ്. ഇതാണ് ജെറി കുരുവിള. എന്താ പറയുന്നത്, എന്റെ വീട് കറുകുറ്റി. കുറെ ആൾക്കാരൊക്കെ വന്നിട്ട് കോളേജ് കഴിഞ്ഞ പിന്നെ കുറെ സ്ഥലത്തൊക്കെ തിരിഞ്ഞ് നടന്ന് അവസാനം ബാംഗ്ലൂർ വന്ന് സെറ്റായിട്ട്. ഭാര്യ വന്നിട്ടില്ല, വിളിച്ചില്ല. പിന്നെ 2 പിള്ളേര്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കും. ഭാര്യ ഫിറോസ് പറയുന്ന പോലെ പൂച്ചക്കുട്ടി. നോർത്ത് ഈസ്റ്റേൺ ഒറിജിനാണ്. എന്തെങ്കിലും ഉണ്ടോ? എല്ലാ കാര്യവും അധികം ചോദിച്ചാൽ ശരിയാണ്. ഇതില്ലതാ എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ കുട്ടികൾ എന്തായാലും വിളിക്കാൻ ചാൻസ് ആണ്. കോളേജ് കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും കല്യാണം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ME ചെയ്തു. അതിനുശേഷം ചെന്നൈയിലുള്ള കോളേജിലൊക്കെ ഇടയ്ക്ക് ജോലി ചെയ്യും, ഇടയ്ക്ക് ജോലി ചെയ്യാതിരിക്കും. അങ്ങനെയൊക്കെ ഇരുന്നു. ഇപ്പൊ വീണ്ടും ഒരു കോളേജില് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ചെന്നൈയിലെ SSN എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയും. HCL പ്രസിഡന്റ്. ഞാൻ പഠിപ്പിക്കുന്നത് ഇലക്ട്രിക്കൽ. ഞാൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. 100% അതെ, ചെന്നൈയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇവിടുത്തെ പിള്ളേർ